ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്റ്റാർസ് ആയിട്ടുള്ള പ്രവീണിനെയും മൃദുലയും വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അതായത് രണ്ട് ദമ്പതികൾ. അപ്പോൾ ഇവരുടെ ജീവിതത്തിലുണ്ടായ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലുണ്ടായ ഒരു പ്രശ്നത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രവീണും മൃദുലയും കൂടി യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ഇടുന്നത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. അതായത് അനിയൻ കൊച്ചു എന്ന് പറയുന്ന ഈ പ്രവീണിൻ്റെ അനിയനും അച്ഛനും അമ്മയും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൃദുലയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കുകയുണ്ടായി. ഈ കുഞ്ഞിൻ്റെ അഡ്രസ്സ് എഴുതാൻ എവിടുത്തെ അഡ്രസ്സ് കൊടുക്കും, ഏത് അഡ്രസ്സ് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉള്ള ഒരു വീഡിയോ ഈ പ്രവീണ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വീടില്ലേ, നിങ്ങൾ ചേട്ടനാനിയന്മാരല്ലേ, നിങ്ങൾക്ക് അവിടെ നിന്നൂടെ, എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടായപ്പോൾ ഈ പ്രവീണിൻ്റെ അനിയനും അച്ഛനും അമ്മയും കൂടി ഒരു വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞു, നിൻ്റെ വീടല്ലേ ഇത്, നീ എന്തിനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, നിനക്ക് കുഞ്ഞിൻ്റെ അഡ്രസ്സ് ഇവിടെ വെച്ചുകൂടെ എന്നുള്ളൊരു വീഡിയോ ഇറക്കി. ഈ വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള പോസിറ്റീവ് കമൻ്റ് ആയിരുന്നു കൊച്ചുവിനും അച്ഛനും അമ്മയ്ക്കും ലഭിച്ചിരുന്നത്. എന്നാൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, ഒരു ഏറ്റവും വൃത്തികെട്ട കമൻറ്റുകളായിരുന്നു ഈ പ്രവീണിനും മൃദുലയ്ക്കും ലഭിച്ചിരുന്നത്. എന്നാൽ അവർക്കത് ഏറ്റവും കൂടുതൽ വിഷമമായതുകൊണ്ട് തന്നെ അവരതിനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരിക്കുന്ന ഒരു 47 മിനിറ്റ് ഉള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അതിൽ ആദ്യം തന്നെ ഇങ്ങനെയാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. എല്ലാവരും മുമ്പിൽ നമ്മളുടെ ഒരു ഭയങ്കര തെറ്റുകാരാണ്, ഫേക്കാണ്, പ്രവീൺ ഫേക്കാണ്, അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഒരു അമ്മയും അച്ഛനുമാണ് അപ്പുറത്തുനിന്ന് കരയുന്നത്. അപ്പം കരയുമ്പോൾ രണ്ടുപേര് കരയുമ്പോൾ അല്ലെങ്കിൽ കൊച്ചു കരയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും അവരുടെ ഭാഗത്ത് നിൽക്കും. അപ്പം അതില് പിന്നീട് ശരി തെറ്റ് എന്നൊന്നും ആരും നോക്കത്തില്ല. ഞാൻ അമ്മയും അച്ഛനും കരയിച്ചു. അതായത് അമ്മയും അച്ഛനും കരഞ്ഞതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളിക്കത്തിയത്. അപ്പോൾ അച്ഛനും അമ്മയും കരഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും ഇവർക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രവീൺ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത്. എന്റെ ഭാഗം നിങ്ങൾ കേൾക്കണം, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അത്രയും ഇതായിട്ടുള്ള ഒരു ചാനൽ ഇനി ഇങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യത്തിൽ വളരെ സങ്കടമുള്ളൂ. ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചാൽ കേട്ടോ. മെയിൻ റീസൺ എന്ന് പറയുന്നത് കൊച്ചുവിന്റെ സൈഡിൽ നിന്ന ഒരു റിയാക്ഷനാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമാണ് അതിലിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതായത് ഇവരൊരു വീഡിയോ കാണിക്കുന്നുണ്ട്, ഇവിടെ വന്ന് താമസിച്ചോളൂ എന്ന് കൊച്ചു പറയുന്നത്. എന്നിട്ട് അതിന് റിപ്ലൈ ആയിട്ട് ഇവർ കൊടുക്കുന്നതാണ് ഒരു ഓഡിയോ മാത്രമാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കൊച്ചുവിൻ്റെ അച്ഛൻ, ഈ പ്രവീണിൻ്റെ അച്ഛൻ ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണത്. അതിൻ്റെ ഓഡിയോ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കും. അതായത് ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നീ എന്നാണോ എൻ്റെ കുടുംബത്തിൽ കാല് കുത്തി അന്ന് തൊട്ട് ഈ കുടുംബം നശിച്ചു എന്ന്. പിന്നീട് കേൾക്കുമ്പോൾ തെറി വിളിക്കുന്നതൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അവർ വീട്ടിലെ അഡ്രസ്സ് വെക്കാവുന്നത് എന്ന് പറഞ്ഞ ഒരു തെളിവാണ് അവരിട്ടിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടാമത്തെ വീഡിയോന്റെ ഒരു തെളിവ് കാണിക്കുന്ന ഇതാണ്. അതൊരു വയലൻസ്, വലിയൊരു വയലൻസ് അവരുടെ വീട്ടിലുണ്ടായി എന്നതാണ് പറയുന്നത്. എന്റെ അമ്മ, എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞേ. നീ പറഞ്ഞു, എനിക്കൊരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഒരു പെൺകുട്ടികൾക്കും കണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡീനെ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ചെയ്തത് എന്നുള്ളത് നമുക്ക് ശരിക്കും ഈ ഒരു പെൺകുട്ടി ആ ഒരു വീഡിയോയിൽ ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ 2 മാസം മുമ്പുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നിയത്. കാരണം പ്രസവം കഴിഞ്ഞ് ഇന്നിപ്പം നവംബറായി. ഇവർ ഒക്ടോബർ 2-നായിരുന്നു ഈ കുട്ടി പ്രസവിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് പ്രഗ്നൻ്റ് ആയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനം രണ്ടുപേരും പിടിച്ചു വെച്ചടിച്ചു. രണ്ടുപേരും പിടിച്ചു അടിച്ചതാ. മാലയും പൊട്ടി ഇറങ്ങിപ്പോ പറഞ്ഞിട്ട് ഉള്ളിലുണ്ടാക്കിയിട്ടതല്ല, നാടുണ്ടെങ്കിൽ ഇതിനെല്ലാ പ്രശ്നം എന്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിഞ്ഞപ്പോഴും എന്തോ പറഞ്ഞു
ഒരു കൊച്ചു പഠിച്ച് ചീത്ത അടിച്ച് എന്റെ കഥവ് ഇവിടെ പിടിച്ചുകൊണ്ടിരുന്നപ്പോ മാറും പറഞ്ഞ് അവർ രണ്ടടിയാണ്. മാറെന്ന് പറഞ്ഞിട്ട് ആ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടീനെ ഈ ഇളയ ചെക്കൻ അടിച്ച് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ ഇന്നും സ്ത്രീധനത്തിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് വെളുപ്പിക്കുന്നതും ഭയങ്കര ന്യായീകരിച്ച് സംസാരിക്കുന്നവരുടെയും ചിലപ്പോൾ റിയൽ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കിയാൽ അറിയാം. അതായത് ഇവർ ചില വീഡിയോയ്ക്ക് ഉണ്ടായിരുന്ന റിയൽ ലൈഫാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്ര വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇതെന്ന് നമുക്ക് കാണാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം എത്ര പേര് ഭയങ്കരമായിട്ട് തകർന്നു കാണും. ഇതേ കണക്കൊക്കെ അനുഭവിച്ചിട്ടുള്ളവരൊക്കെ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ ഈ ഒരു സത്യം വന്നു, അല്ലെങ്കിൽ ഇവർക്ക് കൂടെ നിൽക്കുന്ന നിങ്ങൾ ഈ വീഡിയോ തെളിവ് സഹിതം ഇട്ടത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലായി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെ അനുഭവിച്ചത് ആ പെൺകുട്ടി മാത്രമാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ എത്ര സപ്പോർട്ട് ചെയ്താലും എത്ര ഇതൊക്കെ പറഞ്ഞാലും ആ ഒരു നിമിഷം എത്ര വേദനാജനകത്തിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നുപോയതെന്ന് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാവും. ഈ പെൺകുട്ടി പറയുന്നുണ്ട് വയറ്റിലും മുതുകത്തും ഒക്കെ അടി കിട്ടി എന്നുള്ളത്. ഒന്നുകൂടി എനിക്കറിയില്ല ഇത് എത്ര തവണ പറയണം എന്നുള്ളത്. 8 മാസം 7 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ നമ്മൾ എങ്ങനെയൊക്കെയാണോ പരിചരിക്കാവുന്ന ഒരു കുട്ടി പുറത്തേക്ക് വരുന്നു, ഒരു പുതിയ ലോകത്തേക്ക് വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ അമ്മയും കുഞ്ഞിനെയും എന്തൊക്കെ രീതിയിൽ ട്രീറ്റ് ചെയ്യാവോ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഇന്നും സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ, കണ്ണിൽ ചോരയില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മളും അറിയാണ്ട് കരഞ്ഞു പോവും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പം. ഒരു മക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, കേൾക്കാൻ പറ്റും, പറയാം, സങ്കടമുള്ളതുകൊണ്ട് പറയാം, 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. അപ്പോൾ പ്രവീൺ പറയുന്ന ഒരു സംഭവമാണ്, അതായത് 2 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. അതായത് മാതാപിതാക്കൾ മക്കളെ വളർത്തുകയാണെങ്കിൽ 1, 2, 3 ആവട്ടെ, അവരെ തുല്യരെ പോലെ കാണണം, തുല്യരെ പോലെ സ്നേഹിക്കണം എന്ന്. പലയിടത്തും ഇന്നും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു തരം താഴ്ത്തുന്ന രീതിയിലേക്ക് മക്കളെ കാണുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അവരുടെ ജീവിതത്തിൽ നിങ്ങളെ കൊടുക്കുന്ന ഏറ്റവും വലിയ മുറിവാണത്. അതായത് ഒരു തരം താഴ്ത്തി കാണുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കമ്പയർ ചെയ്യരുതെന്ന്. അത് ചിലപ്പോൾ കുഞ്ഞുനാൾ തൊട്ടാണെങ്കിൽ അവരുടെ മനസ്സിൽ അതിൻ്റെ ഒരു വൈരാഗ്യം വലുതായിരിക്കും. ചിലവർ അത് ഓക്കെ, അത് കുഴപ്പമില്ല, റെഡിയാവും, അവരോട് അത്രയും സ്നേഹമുള്ളവർ അങ്ങനെ നിൽക്കും. പക്ഷേ മറ്റ് ചില കുട്ടികൾ അതൊരു കുറ്റകൃത്യങ്ങളിലേക്ക് പോയെന്ന് വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെയൊക്കെ സ്നേഹിക്കുമ്പോൾ ഒരേപോലെ സ്നേഹിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ്, ഇവിടെ ആ ഒരു കാര്യം തന്നെയാണ് പ്രവീണും പറയുന്നത്. ഏറ്റവും വലിയ ലോകത്ത് മനുഷ്യന്മാർ വേദനിക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും തള്ളിപ്പറയുക. അതിപരം വേറെ ഒന്നുമില്ല. ഏറ്റവും വലിയ വേദന അത് തന്നെയാണ്. കാരണം നമുക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊപ്പം നിൽക്കും എന്ന് ഉറപ്പുള്ള, നമുക്ക് എപ്പോഴും പറയാവുന്നത് നമ്മളുടെ ഫാമിലി തന്നെയാണ്. പക്ഷെ ആ ഫാമിലി തന്നെ നമ്മളെ ഒരു നിമിഷത്തേന് എല്ലാം മറന്ന് തള്ളിക്കളയുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ അതാണ്. ഇവർ ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇത് അന്ന് എടുത്തിരുന്നാൽ അത് കഴിഞ്ഞിട്ട് ഇവർ കാറിൽ 1.5 മണിക്കൂർ ഇരിക്കുക, എങ്ങോട്ടേക്ക് പോകണം, എവിടേക്ക് പോകണം എന്നുള്ളത്. ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ്. അതായത് മക്കളെ സ്നേഹിക്കുമ്പോൾ ഒരേ കണക്ക് സ്നേഹിക്കുക. അതേ കണക്ക് തന്നെ ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും വൃത്തികെട്ട പരിപാടി തന്നെയാണ് ഈ കൊച്ചും അവരുടെ അച്ഛനും അമ്മയും ആ പെൺകുട്ടിയോട് ചെയ്തത്. അതായത് 7 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ പെൺകുട്ടിയെ അടിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, അതിനെതിരെ കേസും എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ മനുഷ്യാവകാശമോ അല്ലെങ്കിൽ വനിതാ കമ്മീഷനോ ആരെങ്കിലും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട അവർ സ്വമേധയാ കേസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം സ്വമേധയാ കേസ് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്, അത് വളരെ വ്യക്തമാണ്. അപ്പം എന്നും നമ്മൾക്ക് ഒരു അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി തന്നെ. പക്ഷേ ഈ ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒരു ഫാമിലി ഫുള്ള് തന്നെ ഇല്ലാണ്ടാക്കത്തേ ഉള്ളൂ. അതായത് കുട്ടികളെ സ്നേഹിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ തുല്യരായിട്ട് സ്നേഹിക്കുക, സ്ത്രീകളെ ബഹുമാനിക്കുക. ഈ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉപദ്രവിക്കുന്ന കൂട്ടത്തിൽ ആ അമ്മയുണ്ട്. ആ അമ്മയും 2 മക്കളുടെ അമ്മയാണ്. അവർ നൊന്താണ് പ്രസവിച്ചത്. ആ ഒരു വേദന പോലും അല്ലെങ്കിൽ ആ ഒരു കാര്യം പോലും മനസ്സിലാക്കാതെയുള്ള
അക്രമങ്ങളാണ് നടന്നത് എന്നതാണ് പ്രവീൺ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അത് എത്രയും വേദനാജനകം, അത് ഫുള്ളായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കത് ആ ഒരു പെൺകുട്ടി കരയുന്നത് കാണുമ്പം നമ്മളും അറിയാണ്ട് കരഞ്ഞു പോകും. അത്രയേറെ വിഷമത്തോടെയും അത്രയേറെ അവർ അനുഭവിച്ച കാര്യങ്ങൾ ആ ഓരോ സ്പോട്ടിലെടുത്ത തെളിവുകൾ സഹിതമുള്ള വീഡിയോകളാണ് ഇടുന്നത്. കൂടാതെ ഈ ചെക്കനും, അതായത് ഈ പ്രവീണിനും വലിയ രീതിയിലുള്ള പരിക്കുകൾ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അവരടിക്കുകയും കയ്യിലടിക്കുകയും ചുണ്ടടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സ്വന്തം അച്ഛനമ്മ. എന്നിട്ട് ഇവർ കാറിലിരുന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നൊരു സംഭവമുണ്ട്, എങ്ങനെയാണ് കേസ് കൊടുക്കുന്നത്, അതെൻ്റെ അച്ഛനും അമ്മയല്ലേന്ന്. അത്രയും സ്നേഹം പോലും അവർക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയൊക്കെ പ്രശ്നം നടന്നിട്ട് ഇത്രയൊക്കെ ഈ പ്രശ്നം നടക്കുന്നത് 2 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. കാരണം ഒക്ടോബർ 2 കഴിഞ്ഞ മാസം 2-ാം തീയതിയാണ് ഈ കുട്ടി ജനിക്കുന്നത്. പിന്നീടാണ് ഇപ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ വീഡിയോ ഇട്ട് വരുന്നത്. അത്രയും നാൾ ഈ പ്രവീണും ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല, ഫാമിലിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നില്ല. സ്വന്തം അച്ഛനെയും അമ്മയെയും അനിയനെയും ഒരേപോലെ വെറുക്കുന്ന രീതിയിൽ, മരണം വരെ വെറുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തു കൊടുത്തത്. സ്വന്തം അച്ഛനെയും അമ്മയും അനിയനെയും ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സ്വന്തം ചേട്ടൻ്റെ ഭാഗത്ത് അവർ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ മരണം വരെ മറക്കില്ല എന്ന് ഈ പ്രവീൺ പറയുന്നുണ്ട്. നമ്മൾക്ക് വീണ്ടും വീണ്ടും തല കുനിക്കേണ്ടി വരികയാണ്. അതായത് കേരളത്തിന് മൊത്തം തന്നെ നാണക്കേടാവുന്ന വിഷയം തന്നെയാണിത്. ഇത് പുറത്ത് നിന്നൊരാൾ കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. പല കോമഡിയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നത്. ഇന്നും ആ ഒരു സംഭവം നമ്മൾ പറയുമ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ഒറ്റ വാക്കിൽ എന്തെല്ലാം അർത്ഥമുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ഇത്രയും പ്രശ്നം അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകളോടുള്ള ഉപദ്രവം അല്ലെങ്കിൽ മനസ്സിലാക്കാത്തത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആവുമ്പോൾ ഇനി അവരെവിടെയായിരിക്കും സംരക്ഷിക്കപ്പെടുന്നത്? എന്നിരുന്നാലും ഈ പെൺകുട്ടി ഏറ്റവും കൂടുതൽ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ്. കാരണം ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും സ്വന്തം ഭാര്യേനെ കൂടെ നിർത്തി അവർ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർ ഓരോ ദിവസം വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കുഞ്ഞിനെ പ്രസവിക്കുന്നതാവട്ടെ, കുഞ്ഞിൻ്റെ ഓരോരോ അപ്ഡേഷൻ ആവട്ടെ, അത് അമ്മയുടെ ആവട്ടെ, അവർ വളരെ ഹാപ്പി ആയിട്ട് ഉള്ള ഒരു ലൈഫിൽ മുന്നോട്ട് പോകുന്നത്, അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി പ്രവീണിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. എന്നിരുന്നാലും ഇത്രയൊക്കെ ചെയ്ത ആ കൊച്ചു എന്ന് പറയുന്ന അനിയനും അവരുടെ അച്ഛനും അമ്മയും നീതിക്ക് മുന്നിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ.